നമസ്കാരം. സിരിയൂസിലേക്ക് സ്വാഗതം. പി വി അൻവറിന് പിന്നിൽ അധോലോക സംഘങ്ങളെന്ന് പി ശശി. സർക്കാരിന്റെ നീക്കങ്ങളിൽ ഇവർ അസ്വസ്ഥരെന്നും മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടാണ് തനിക്ക് നേരെയുള്ള ആക്രമണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൽ നേട്ടമുണ്ടാക്കാത്ത ഒരു കുടുംബവും കേരളത്തിൽ ഇല്ലെന്നും പി ശശി പറഞ്ഞു. തെറ്റായ ആരോപണം ഉന്നയിച്ച അധിക്ഷേപകരമായ പ്രസ്താവനയും പരസ്യ പ്രതികരണവും നടത്തിയിട്ടുള്ള MLA അൻവറിനെതിരായി ഞാനിപ്പോൾ ഒരു പെറ്റീഷൻ തലശ്ശേരി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. മറ്റൊരു പെറ്റീഷൻ കണ്ണൂരും ഫയൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ സംബന്ധിച്ച് തികച്ചും അടിസ്ഥാനരഹിതമാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. അദ്ദേഹത്തിനിപ്പോൾ പത്രത്തിൽ സ്ഥാനം കിട്ടണമെങ്കിൽ, മാധ്യമങ്ങളിൽ സ്ഥാനം കിട്ടണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒന്നുകിൽ മുഖ്യമന്ത്രിക്കെതിരെ പറയണം, അല്ലെ റിയാസിനെതിരെ പറയണം, അല്ലെ എനിക്കെതിരെ പറയണം, അല്ലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആർക്കെതിരെ പറയണം. അല്ലാതെ ഒരു രാഷ്ട്രീയവും പറയാനില്ലാതെ അധപ്പതിച്ചു പോയി. അദ്ദേഹത്തിന് ഇടതുപക്ഷ രാഷ്ട്രീയമില്ല. കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിലാണോ അദ്ദേഹം ഉള്ളത്? അദ്ദേഹമാണ് പറയേണ്ടത്. ലീഗിന്റെ രാഷ്ട്രീയമാണോ എന്ന് പറയണം, അല്ല BJPയുടെ രാഷ്ട്രീയമാണോ എന്ന് പറയണം. ഒരു രാഷ്ട്രീയവും പറയാനില്ലാത്ത ഒരാൾക്ക് സമൂഹത്തിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് വ്യക്തിയധിക്ഷേപം നടത്തുന്ന മട്ടിലേക്ക് അദ്ദേഹം തരംതാൻ പോയിരിക്കുന്നു. അത് രാഷ്ട്രീയ പ്രവർത്തകന്റെ അധപ്പതനമാണ്. പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്? 8 വർഷം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് പിണറായി വിജയൻ. അദ്ദേഹം കേരളത്തിലുണ്ടാക്കിയ നേട്ടങ്ങൾ, വികസനം, മാറ്റങ്ങൾ വളരെ വലുതാണ്. അതിന് ഗുണഫലം അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും. ഈ നേട്ടം അനുഭവിക്കാത്ത ഒരൊറ്റ കുടുംബം കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെ ഈ നേട്ടങ്ങൾ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ മുഖ്യമന്ത്രി ആക്രമിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആക്രമിക്കുന്നു, മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്രമിക്കുന്നു. അതാണ് സംഭവിച്ചത്. സർക്കാരിനുള്ള ജനപിന്തുണ കൂടുന്നു. ജനങ്ങളുടെ ശ്രദ്ധ ഇതിൽ നിന്ന് തിരിച്ചുവിടണം. ഇത് ചർച്ച ചെയ്താൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായല്ലാതെ ആരും വോട്ട് ചെയ്യില്ല. ആ ശ്രദ്ധ തിരിച്ചുവിടാനായാണ് മറ്റു പലരുടെയും കയ്യിൽ കളിക്കുന്ന കരുക്കളായി നിൽക്കുന്ന ഇതുപോലുള്ള ആളുകൾ ഈ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. PV അൻവർ MLAക്കെതിരെ പി ശശി കോടതിയിൽ ക്രിമിനൽ അപകീർത്തി കേസ് ഫയൽ ചെയ്തതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.